ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ഇന്ന് നമ്മുടെ ഒരു പുതിയ ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 3 വാക്കുകളാണ് ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണ് അപ്പോൾ ഈ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് പറയുന്നത്? നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് അല്ലെ, സമയത്തിന് എത്തണം അല്ലെ. അപ്പോ ഇന്ന സമയത്ത് അവിടെ എത്തണമെങ്കിൽ നമ്മൾ എത്ര വേഗത്തിൽ പോകണം അല്ലെ. അപ്പോ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര വേഗത്തിൽ പോകുന്നു ഇൻറ്റു ടൈം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? D/S അല്ലെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ദെൻ ഇതിൽ നിന്ന് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ 3 കാര്യങ്ങൾ അല്ലെ. അതായത് സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ടൈം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെ, ടൈം കുറയും. നമുക്കറിയാം സ്പീഡ് കൂടി പോകുമ്പോൾ നമുക്ക് നേരത്തെ എത്തും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അറിയേണ്ട 2 കൺവേർഷൻ ആണ്. ഒന്ന് കിലോമീറ്റർ പെർ അവറിന്ന്, കാരണം ചില ക്വസ്റ്റ്യൻസിൽ അവര് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും തന്നത്, എന്നിട്ട് അവർ ബ്രാക്കറ്റ് ചോദിച്ചിരിക്കും സ്പീഡിനെ നിങ്ങൾ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയെന്ന് വെച്ചാൽ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 5/18 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഉദ്ദേശം നോക്കിക്കോ, 5 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 18 കിലോമീറ്റർ പെർ അവർ, അത് മതി. 18 കിലോമീറ്റർ പെർ അവറിനെ എനിക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? 18 × 5/18 ചെയ്യണം. അപ്പൊ എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഓരോ സെക്കൻഡിലും ഞാൻ 5 മീറ്റർ എന്ത് ചെയ്യും? സഞ്ചരിക്കും എന്നുള്ളതാണ്. ഇനി ഞാനിപ്പോ ഒരു 72 കിലോമീറ്റർ പെർ അവറിലാണ് പോകുന്നത് എങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ 5/18. ഓക്കെ, 8 ടൈംസ് 9 കൊണ്ട് 2 ടൈംസ് 4 ടൈംസ്, ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കുന്നത്. ഇനി തിരിച്ചാണെങ്കിലോ, എനിക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് ആക്കാൻ എന്ത് ചെയ്യണം? തിരിച്ച് ചെയ്താൽ മതി. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിനെ എനിക്ക് എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? 18/5. ഓക്കെ, 18/5 കൊണ്ട് ചെയ്യാം. ഒന്നും കൂടെ പറയാണ്, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എന്ത് ചെയ്യണം? എനിക്ക് 18/5 കൊണ്ട് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ടാക്കാൻ 18/5 കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കിലോമീറ്റർ പെർ അവർ കിട്ടാം. എക്സാമ്പിൾ ചെയ്യാം. ഇവിടെ ചെയ്ത അതേ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാമല്ല. എനിക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, നമുക്ക് ഇവിടെ ചെയ്ത സാധനമാണ് അല്ലെ. 20 മീറ്റർ പെർ സെക്കൻഡിനെ എനിക്ക് കിലോമീറ്റർ പെർ അവറിലോട്ടും മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് എനിക്ക് എന്ത് ചെയ്യണം? കിലോമീറ്റർ ആകുമ്പോൾ വലുത് 18 അല്ലേ വലുത്, അത് മുകളിലോട്ട് വരും. /5. അപ്പൊ എത്ര? 4/72. 72 എന്താണ്? കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? 2 cities A and B are 360 kilometers apart. A car goes from A to B with a speed of 40 kilometers per hour. Returns to A with a speed of 60 kilometers per hour. അതായത് നമുക്ക് 2 പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് A പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് B പോയിന്റ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? 360. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ A to Bയിൽ 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയി അല്ലെ. B to Aയിലോട്ട് 60 കിലോമീറ്റർ പെർ വേഗതയിൽ പോയി എങ്കിൽ കാറിന്റെ ആവറേജ് സ്പീഡ് എത്രയെന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ആവറേജിന്റെ ഒരു ഫോർമുലയുണ്ട്. സ്പീഡിന്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുലയുണ്ട്, അത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതായത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇതെന്ന് പറയുന്നത്, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2xy/x+y. ഈ ഒരു ഫോർമുല ഇത് പഠിച്ചു വെച്ചിരുന്നാൽ മതി, ധാരാളമാണ്. വേറെ നമ്മൾ കൂടുതൽ
വേറെ മെത്തേഡ് ഉണ്ട് ചെയ്യാനുള്ളത്, കാരണം സെയിം ഡിസ്റ്റൻസ് ആണ്, വേറെ മെത്തേഡ് ഉണ്ട്. പക്ഷെ ഇത് നല്ലൊരു ഇതാണ്. അപ്പോൾ എങ്ങനെയാ ചെയ്യുക? 2 × 40. നമുക്ക് ഇഷ്ടമുള്ള സ്പീഡ് എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ എക്സ് ആയിട്ട് 40 ആണ് എടുക്കുന്നത്. ദെൻ 60 ബൈ 40 + 60. 40 + 60 എന്ന് പറയുന്നത് എത്ര വരും? 100 വരും അല്ലെ? 40 + 60 എന്ന് പറയുന്നത് 100 വരും. ഓക്കെ, 12 × 4 എത്ര വരും? 48 km/h. നമുക്ക് യൂണിറ്റ് എല്ലാം km/h ആയതുകൊണ്ട് 48 km/h. ഓക്കെ, റേഷ്യോ മെത്തേഡിൽ ചെയ്യണോ? നിങ്ങൾക്ക് റേഷ്യോ മെത്തേഡിൽ ചെയ്യാം, റേഷ്യോ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് കൂടുതൽ ഇതിലങ്ങ് കൊടുക്കുക, ഉത്തരം കണ്ടുപിടിക്കുക. പലപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, if a truck moves a constant speed of 30 km/h for 1 km and 45 km/h for the next 1 km, what is the average speed of the truck? നിങ്ങൾ ഇവിടെ 2 ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 2 ക്വസ്റ്റ്യനിൽ എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഈ ഇക്വേഷൻ എന്താണ് എടുക്കുന്നത്. കാരണം അങ്ങനെ പറയാൻ കാരണം ഡിസ്റ്റൻസ് ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇപ്പം സെയിം ഡിസ്റ്റൻസിന്റെ കേസിലാണ് നമുക്ക് ആവറേജ് മാത്രം അല്ലെങ്കിൽ സ്പീഡ് മാത്രം, ആവറേജ് സ്പീഡ് ആ ഒരു ഫോർമുലയിൽ നമുക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന. ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ആ ഫോർമുല പറ്റത്തില്ല. ഇവിടെയും ഡിസ്റ്റൻസ് സെയിം അല്ലേ? 1 km 1 km. നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള വഴി അറിയാലോ. എങ്ങനെയാണ്? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2 × xy by x plus y. 2 × 30 × 45 കൂട്ടുമ്പോൾ എത്ര വരും? 75 അല്ലേ? നമുക്ക് 15 കൊണ്ട് കട്ട് ചെയ്തൂടെ? ധൈര്യമായിട്ട് കട്ട് ചെയ്യാം. 15 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3ഉം 15 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5ഉം ആണ്. ദെൻ എന്ത് ചെയ്യുക? ഇവിടെ കട്ട് ചെയ്ത് പോവല്ലോ 6. അപ്പൊ 12 × 3. 12 × 3 എത്ര വരും? 36 എന്ന് വരും km/h. ഓക്കെ, 36. ഓപ്ഷൻ എ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എപ്പോഴും ഈ ഫോർമുല ഉപയോഗിക്കുന്നത് നമുക്ക് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കുമ്പോൾ. ഓക്കെ, അത് ഓർമ്മിച്ച് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ലേറ്റും ഇയർലിയും വരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഈ ചോദ്യം എന്താ പറഞ്ഞേക്കണേ? ഈ ചോദ്യത്തിൽ നോക്കാം. എ വർക്കർ റീച്ചസ് ഹിസ് ഫാക്ടറി 3 minutes late. If his speed from his house to the factory is 5 km/h, a worker reaches his factory 3 minutes late. If his speed from his house to the factory is 5 km/h, if he walks at a speed of 6 km/h, then he reaches the factory 7 minutes early. The distance of factory from his house is. അതായത് എന്താ പറയുക? ഒരാള് 5 കിലോമീറ്റർ അയാളുടെ വീട്ടിൽ നിന്ന്, അവിടെ വർക്കർ റീച്ചസ് ഹിസ് ഫാക്ടറി, അതായത് വീട്ടിൽ നിന്ന് എന്താണ് ഫാക്ടറിയിലേക്ക് പോവാണ്. ഒരു വർക്കർ വീട്ടിൽ നിന്ന് ഇപ്പൊ വീട് ഹൗസിൽ നിന്ന് ഫാക്ടറിയിലോട്ട് പോവേണം. ആദ്യം എത്ര സ്പീഡിൽ പോയി? 5 km/h സ്പീഡിൽ പോയി. 5 km/h സ്പീഡിൽ പോയപ്പോ അയാൾ എത്ര മിനിറ്റ് ലേറ്റ് ആയി? 3 മിനിറ്റ് എന്താണ് ലേറ്റ് ആയി. ഓക്കെ, 3 മിനിറ്റ് എന്തായി? ലേറ്റ് ആയി. അതേപോലെ ഫാക്ടറിയിൽ നിന്ന് തിരിച്ച് if he walks at a speed of 6 km/h, then he reaches the factory. ഇനി ഹൗസിൽ നിന്ന് തന്നെ അദ്ദേഹം പോകുന്നു, 7 മിനിറ്റ് നേരത്തെ എത്തി. എത്ര km/h? 6 km/h നടന്നപ്പോ പുള്ളി എന്ത്? 7 മിനിറ്റ് ലേറ്റ് എത്തി. എങ്കിൽ നമ്മുടെ ഫാക്ടറി ടു ഹൗസിന്റെ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്താ പറഞ്ഞേ? ഹൗസ്, ഫാക്ടറി ഉണ്ട്. ഹൗസിൽ നിന്ന് ആദ്യം 5 കിലോമീറ്ററിൽ പോയി അല്ലെ? 5 km/h പോയപ്പോ 3 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. ദെൻ ഹൗസിൽ നിന്ന് വീണ്ടും ഫാക്ടറിയിലേക്ക് എത്ര? 6 km/h സ്പീഡിൽ നടന്നു നോക്കി. അപ്പൊ എന്ത് ചെയ്തു? 7 മിനിറ്റ് നേരത്തെ എത്തി. എങ്കിൽ ഡിസ്റ്റൻസ് എത്ര എന്നുള്ളതാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചേക്കുക എന്നുള്ളതാണ്. എങ്ങനെ? പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് ബൈ ഡിഫറൻസ് ഓഫ് സ്പീഡ് ഇൻടു ടൈം എന്നുള്ള കാര്യം എന്താ ഓർത്ത് വെച്ചേക്കാൻ പറഞ്ഞ? ഓക്കെ, ഫോർമുല എന്താ പറഞ്ഞ? നമ്മള് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പ്രോഡക്റ്റ് ഓഫ് ടൈം, ദെൻ ഡിഫറൻസ്, പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്, ദെൻ ഡിഫറൻസ് ഓഫ് സ്പീഡ് ഇൻടു ടൈം നമുക്കറിയണ്ട. അപ്പോ നമുക്ക് എന്താ മതി? സ്പീഡ് മാത്രം മതി. സ്പീഡും നമുക്ക് ടൈം. ഇനി ടൈം എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേക്കണ? ആദ്യം അദ്ദേഹം 3 മിനിറ്റ് ലേറ്റ് ആയി.
ഓക്കെ, ദെൻ എന്ത് ചെയ്തു, 7 മിനിറ്റ് എന്താണ് നേരത്തെ എത്തി അല്ലെ. അപ്പോ ഈ ലേറ്റും ഏർലിയുടെയും കേസ് വരുമ്പോൾ നമ്മൾ സമയം എന്താ ചെയ്യുക, നമ്മൾ സമയം ആഡ് ചെയ്യണം. ഓക്കെ, ടൈം എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. ഇനി 2 സമയം ലേറ്റ് ആയിട്ടാണ് എത്തിയതെങ്കിലോ നമ്മൾ ടൈം തമ്മിൽ ലേറ്റ് മൈനസ് ലേറ്റ്, അതായത് ടൈം തമ്മിൽ മൈനസ് ചെയ്യണം. ഇനി 2 സമയം നേരത്തെയാണ് എത്തിയിട്ടുണ്ടെങ്കിലോ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം, ടൈം തമ്മിൽ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു കണ്ടീഷനിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. ഏതാ കണ്ടീഷൻ, നമ്മൾ ലേറ്റും ഏർലി എത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. അപ്പൊ ഈ ചോദ്യം ചെയ്യാലോ, എങ്ങനെയാ പറഞ്ഞേക്കുന്നത്, നമുക്കിനി സ്പീഡ് ഉണ്ട് അല്ലെ, 5 km/h 6 km/h സ്പീഡ് ഉണ്ട്, 5 × 6. ഇനി ഇവരെ രണ്ടുപേരെയും ഡിഫറൻസ്, ഓക്കെ, ഇവരെ രണ്ടുപേരെയും ഡിഫറൻസ് 6 - 5 എത്ര, 1 ഇൻറ്റു ടൈം. ടൈം എന്ത് ചെയ്യണം, ലേറ്റും ഏർലിയും വരുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്യണം. അപ്പൊ ഇവിടെ 3 മിനിറ്റ് ഉണ്ട്, 7 മിനിറ്റ് ഉണ്ട്, 10. നമ്മുടെ സ്പീഡ് എന്തിലാ തന്നിരിക്കുന്നത്, km/h അല്ലെ, km/h തന്നേക്കുന്നത്. എന്നാൽ സമയോ മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ അവറിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പൊ എന്താണ്, ഡിവൈഡഡ് ബൈ 60, അങ്ങനെയല്ലേ. നമ്മൾ മിനിറ്റില് അവറിലോട്ട് മാറ്റുമ്പോൾ ഡിവൈഡഡ് ബൈ അല്ലേ ചെയ്യുന്നത്, സെക്കൻഡിനെ മിനിറ്റിലോട്ട് മാറ്റുമ്പോഴും നമ്മൾ ഡിവൈഡഡ് ബൈ അല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താ, 10/60. ഇനി എന്താ ചെയ്യാലോ, 5. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ അടുത്തതൊന്ന് ചെയ്താലോ. ഓക്കെ, എന്താണ്, a boy goes from home to school at a speed of 30 km/h and returns back at a speed of 70 km/h. What is the average speed? Average speed ന്റെ കണക്ക് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ആവറേജ് സ്പീഡ്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുതരാം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് എന്താന്ന് പറയുന്നത്, ആവറേജ് സ്പീഡിന്റെ ടേക്കൺ, ആവറേജ് സ്പീഡിന്റെ ആക്ച്വൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സെയിം ഡിസ്റ്റൻസ് വരുന്ന കാര്യത്തിൽ മാത്രമേ നമ്മുടെ ആ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റൂ. ഡിഫറെന്റ് ഡിസ്റ്റൻസ് ആയാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതായിരിക്കും, ടോട്ടൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഓരോ സ്പീഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് ടൈം എടുത്തായിരിക്കും ചെയ്യുക. ഇനി നമ്മുടെ കണക്കിൽ ഇപ്പോഴത്തെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തെന്താ, നമ്മുടെ കണക്കിൽ എന്താ, നമ്മുടെ ഫോർമുല മതി. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, 2xy by x plus y. ഓക്കെ, ഇവിടെ എന്താ 2 × 30 70 ഉണ്ട് അല്ലെ, 30 × 70 by x plus y, 30 70 100 കട്ടിക്കളയാലോ. അപ്പൊ 6 6 7 42 km/h, 42 km/h. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ അടുത്ത ലേറ്റ് ആൻഡ് ഏർലിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്, എ മാൻ ഈസ് ലേറ്റ് ബൈ 5 minutes while driving to office in a bus from home at a speed of 80 km/h. If the speed of the bus increased to 90 km/h, he reached the office 15 minutes early. What is the distance between his office and home? എന്താണ്, നമ്മൾ പറഞ്ഞ അതേ സെയിം സാധനം. എന്താണ്, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എന്താ പറഞ്ഞത്, പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്, സ്പീഡുകളുടെ തമ്മിൽ പ്രോഡക്റ്റ് അല്ലെ. ആദ്യം അയാൾ 80 km/h വേഗത്തിൽ പോയപ്പോ 5 മിനിറ്റ് എന്ത് ചെയ്തു, ലേറ്റായി. 5 മിനിറ്റ് എന്തായി, ലേറ്റായി. ദെൻ എന്താണ്, 90 km/h വേഗതയിൽ പോയപ്പോ 15 മിനിറ്റ് എന്ത് ചെയ്തു, പുള്ളി നേരത്തെ എത്തി. അപ്പോ അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ ഓഫീസും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ ചെയ്യുക, ആദ്യം സ്പീഡിന്റെ പ്രോഡക്റ്റ് എടുക്കുക. അപ്പൊ ആദ്യം സ്പീഡിന്റെ പ്രോഡക്റ്റ് എടുത്തു, 80 × 80 × 90. ഇനി എന്താ, ഡിഫറൻസ് അല്ലെ, സ്പീഡിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ 90 - 80 മൈനസ് ചെയ്താൽ 10. ദെൻ എന്ത് ചെയ്യാ, ലേറ്റും ഏർലി ആണ്, ലേറ്റും ഏർലി വരുമ്പോ എന്ത് ചെയ്യും, നമ്മൾ ടൈം ആഡ് ചെയ്യും. അപ്പൊ 5ഉം 15ഉം 20. ഇത് മിനിറ്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവറിലോട്ട് ചേഞ്ച് ചെയ്യും. അപ്പോ ഡിവൈഡഡ് ബൈ 60. ഓക്കെ, എത്ര കിട്ടി, 240 km. എളുപ്പമല്ലേ, എളുപ്പം ചെയ്തൂടെ. ഓക്കെ, നെക്സ്റ്റ് 240 ഓപ്ഷൻ ഡി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഐ റീച്ച് മൈ ഓഫീസ് 40 minutes ലേറ്റ് ഇഫ് ഐ വാക്ക് ഫ്രം മൈ ഹൗസ് അറ്റ് ദ സ്പീഡ് ഓഫ് 3 km. 3 km ഇവിടെ. ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ എക്സാമിന് തന്നിരിക്കും വേർഡിലൊക്കെ.
അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. അപ്പൊ എന്താണ്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇവിടെ എന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. എന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 km/h വേഗതയിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ എത്ര മിനിറ്റ് ലേറ്റ് ആയി? 40 മിനിറ്റ് ലേറ്റ് ആയി. ഓക്കെ, ദെൻ it shall be, ഓക്കെ, ആ പേര് നമുക്ക് ആവശ്യമില്ല തരാം. ഓക്കെ, be 30 minutes early if I walk at the speed of 40 km/h. ഇനി എന്താണ്, ഞാൻ എന്താണ് 40 അല്ല 4 km/h വേഗതയിൽ പോയപ്പം ഞാൻ എത്ര മിനിറ്റ് നേരത്തെ എത്തി? 30 മിനിറ്റ് നേരത്തെ എത്തി. അപ്പൊ എന്താ പറഞ്ഞാൽ, ഞാൻ ആദ്യം എന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയത് 3 km/h വേഗതയിലാണ് ഞാൻ പോയത്. അപ്പൊ ഞാൻ ഞാൻ താമസിച്ചാ ചെന്നത്. അപ്പൊ 40 മിനിറ്റ് എന്താണ് വൈകി എത്തി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്പീഡിൽ നടക്കാൻ പറ്റും. ഞാൻ എൻ്റെ 1 കിലോമീറ്ററും കൂടെ 1 km/h കൂട്ടി ഞാൻ 4 km/h വേഗതയിൽ ഞാൻ നടക്കുവാണ്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ 30 മിനിറ്റ് നേരത്തെ എത്തി. എങ്കിൽ എൻ്റെ വീടും എൻ്റെ ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? നമുക്കറിയാം. എന്താണ് പറഞ്ഞത്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്. പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് 4 × 3, ഡിഫറൻസ് 1. എന്താണ്, ഇനി ഏർലിയും ലേറ്റുമാണ്, ടൈം തമ്മിൽ ആഡ് ചെയ്യും. 14 13 കൂടെ ആവുമ്പോൾ 70 അല്ലെ, by 60. ഇത് 2 times അല്ലെ, 3 12 അപ്പൊ 6 കൊണ്ട് കിട്ടുമ്പോ 2. then 14 കിലോമീറ്റർ ആണ് എന്റെ ഹൗസിൽ നിന്ന് ഓഫീസിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ, 2 cars start towards each other. Okay, from 2 places A and B which are at the distance of 160 km. They start at the same time 8:10 a.m. If the speeds of the cars are 50 km and 30 km/h respectively, they will meet each other at. Okay, ഇനി ഈ സംഭവം എന്ന് വെച്ചാൽ റിലേറ്റീവ് സ്പീഡിന്റെ സംഭവമാണ് വരുന്നത്. അതായത് എ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ബി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവര് എന്താണ്, ടുവേർഡ്സ് ഈച്ച് അതർ ആണ്. അപ്പൊ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവര് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റാർട്ട്സ് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ എയുടെ സ്പീഡ് ഓഫ് എ പ്ലസ് സ്പീഡ് ഓഫ് ബി. ഇനി ഇവര് തമ്മിൽ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. എ ഇവിടെ നിന്ന് ഒരേ ഡയറക്ഷൻ, ബിന്ന് ഒരേ ബി എന്ന് പറയുന്ന ഒരു കാറ് ഒരേ ഡയറക്ഷനിലാണ് പോണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. SA അല്ലെ SB - SA എന്നോ. അപ്പൊ ഏതാണോ വലിയ വില, ഡിഫറൻസ് എടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഏതിന് ഏത് വേണോ കുറയ്ക്കാം. ഡിഫറൻസ് എടുക്കുമ്പോൾ നമ്മൾ സ്പീഡാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുക. അപ്പൊ ഈ കാര്യം റിലേറ്റീവ് സ്പീഡ് ഇവിടെ ഓർത്തു വെച്ചേക്കുക. ഇതേ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. എങ്ങനെയാ നോക്കാലോ. എന്താണ്, നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 160 അല്ലെ. നമ്മുടെ കാറിന്റെ സ്പീഡ് 50 30 km/h ആണ് കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ അവര് തുടങ്ങിയ സമയം എന്ന് പറയുന്നത് 8:10 ആണെങ്കിൽ എത്ര സമയമാകുമ്പം അവര് തമ്മിൽ മീറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ എ എന്നൊരു കാർ ഇങ്ങോട്ട് വരികയാണ്, ബി എന്നൊരു കാർ ഇങ്ങോട്ട് വരിക, ഏത് സമയം അവര് മീറ്റ് ചെയ്ത് പാസ് ചെയ്ത് പോകും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്, ടൈമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെ. നമുക്ക് എത്രയാ ഡിസ്റ്റൻസ്? 160. ഇനി സ്പീഡ് എത്ര തന്നിട്ടുണ്ട്? 50 30. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കുന്ന സമയത്ത് സ്പീഡുകൾ തമ്മിൽ എന്ത് ചെയ്യും, കൂട്ടുകയാണ് ചെയ്യുക. സ്പീഡുകൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ 50 30. ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് അങ്ങനെ എഴുതാം, 30. ഓക്കെ, അപ്പൊ 60/80 എത്ര വരും? 2 hours. ഓക്കെ, 2 hours ആണ്. അപ്പം 8:10 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്രയാണ് അപ്പോഴത്തെ ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്? 10:10 AM. ഓക്കെ, മനസ്സിലായോ? ഞാനിവിടെ എന്താ ചെയ്തേ, ഒന്നും കൂടെ പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചോ. എന്താണ് ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യാം അല്ലെ. ഡിസ്റ്റൻസ് ബൈ
സ്പീഡാണ് എന്തെന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത്. നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 160 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, റിലേറ്റീവ് സ്പീഡ് അല്ലെ. ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് വരുമ്പം ആഡ് ചെയ്യുമ്പോൾ 80, അതായത് 2 അവറിലാണ് അവരെന്ത് ചെയ്യുന്നത്, 2 അവർ കഴിയുമ്പോൾ അവർ തമ്മിൽ മീറ്റ് ചെയ്യും. അപ്പൊ നമുക്കൊരു സമയം തന്നിട്ടുണ്ട്, അതിൽ 2 അവർ കൂടെ കൂടുമ്പോൾ എന്താണ്, അവർ ഏത് സമയത്ത് മീറ്റ് ചെയ്തു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് 8 10ന്റെ കൂടെ എന്ത് ചെയ്യുക, 2 അവർ കൂട്ടുക, അപ്പൊ 10 10. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ഒരു ചോദ്യം ചെയ്യാം. എ മാൻ കംപ്ലീറ്റ്സ് എ ജേർണി ഇൻ 10 hours. 10 മണിക്കൂറിൽ ചെയ്യുന്നുണ്ട്. He travels at the speed of 21 kilometers for the first half of the journey and at the speed of 24 kilometers for the second half of the journey. Calculate the distance traveled. ഓക്കെ, ഇവിടെ എന്താ, നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ, നമ്മുടെ ആവറേജ് സ്പീഡ്. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് അല്ലെ, ഹാഫ് ഹാഫ് ആണ്. അപ്പൊ പകുതി ദൂരം 21 കിലോമീറ്ററിൽ പോയി, പകുതി ദൂരം 24 കിലോമീറ്ററിൽ പോയി. എന്ത് ചെയ്യാം, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ആവറേജ് സ്പീഡ് 2 × 21 × 24 by 21 + 24 എത്ര വരും, 45 എന്ന് വരും അല്ലെ. 45 എന്ന് പറയും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഇൻറ്റു ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഫൈനലായിട്ട് നിന്ന് ഇൻറ്റു ചെയ്താലും മതി എന്നുള്ളതാണ്. ഓക്കെ, km/h ആണ്. 2 × നമുക്കിവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. നമുക്കിവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, എന്താണ്, 21 × 24 by 45. ഇനി ടൈം എന്ന് പറയുന്നത് 10 hours ആണ്. ഓക്കെ, 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാലോ. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 9 times, 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 times, 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 and then ഇവിടെ 7, ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 8 times. ഓക്കെ, അപ്പൊ എത്ര വരും, 7 8 56, 56 × 4, 6 4 24, 4 ലാസ്റ്റ് ഇതായിട്ട് വരും. ഓക്കെ, 1/4 വരും അല്ലെ. 6 × 4 24, 2 20 22. എന്താ, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആണ്. ഇവിടെ എന്താണ്, ഡിസ്റ്റൻസ് സെയിം ആണ്. സ്പീഡ്, അപ്പൊ എന്താണ്, സ്പീഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു, ആവറേജ് സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ നമ്മളുടെ ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് സ്പീഡ് ഇൻറ്റു ടോട്ടൽ ടൈം എന്ന് പറയുന്നതാണ് എന്തെന്നുള്ളത്, ഡിസ്റ്റൻസ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇനി ട്രെയിനിന്റെ കണക്കാണ്. ട്രെയിനിന്റെ കണക്കില് നമ്മൾ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇപ്പോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്, എന്നെ പാസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ട്രെയിനിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലെങ്ത് എന്താണ്, നെഗ്ലിജിബിൾ ആണ് അല്ലെ. ട്രെയിനിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇത് കണക്കാക്കാൻ കൂടി പറ്റത്തില്ല, എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, നമ്മള് ആ മാനിനെ എത്ര ഡിസ്റ്റൻസ് പാസ് ചെയ്ത് പോയി ട്രെയിൻ എന്ന് ചോദിച്ചാൽ ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്ന, ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ട്രെയിൻ ഒരു ടണലിന്റെ അകത്തൂടെ പോയി എന്ന് പറയാം. ഓക്കെ, ടണല് ഇപ്പൊ ഒരു 280 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന്, അതെന്ത് ചെയ്യാണ്, ഒരു ടണലിൽ കൂടെയോ, ടണലാവാം, ബ്രിഡ്ജ് ആവാം, ഓക്കെ, അങ്ങനെ എന്തോ ആവാം, ബ്രിഡ്ജ് ആവാം. അപ്പോൾ ഇവരുടെയൊക്കെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 300 മീറ്റർ എന്ന് വെച്ചോ. എങ്കില് ഡിസ്റ്റൻസ് കവേർഡ് എത്ര, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ 250 + 300 ആണ്. ഓക്കെ, മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 550 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെയും എന്താണ്, റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് എ എന്ന ഒരു ട്രെയിന് ബിയിലോട്ട് പോവുകയാണ്, ബി എന്നൊരു ട്രെയിൻ എന്താണ് എയിലോട്ട് പോവുകയാണ്. അപ്പോ ഇവരുടെ ടൈം, ഇപ്പം റിലേറ്റീവ് ഡിസ്റ്റൻസ് എടുക്കാൻ നേരത്ത് സ്പീഡ് എന്ത് ചെയ്യണം, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്പീഡ് ആഡ് ചെയ്യും. ദെൻ അതേസമയം ഇപ്പം എ എന്നൊരു ട്രെയിൻ ബിയിലോട്ട് പോവുകയാണ്, അതേപോലെ ആഫ്റ്റർ സം ടൈംസ് എ എന്ന ഒരു ട്രെയിന് ബിയിലോട്ട് പോവുകയാണ്. അപ്പൊ ഇവര് തമ്മിൽ കൂട്ടിമുട്ടുന്ന ടൈം എത്രയെന്ന് ചോദിച്ചാൽ എന്താണ്, സെയിം ഡയറക്ഷൻ ആണ്. സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസും ബൈ ഡിഫറൻസ് ഇൻ സ്പീഡ്. ഓക്കെ, ഇതായിരിക്കും അവർ മീറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ ഇതെന്ന് പറഞ്ഞാൽ എന്താ, സെയിം ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സം ഓഫ് സ്പീഡ്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാലോ. നമ്മുടെ അപ്പൊ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താ,
A train takes 45 minutes to cover a certain distance at a speed of 80 km per hour. If the speed is increased by 125%, then how long will it takes the train to cover 8 by 5 of the same distance? Okay, then എങ്ങനെയാ ചെയ്യുക? നമുക്കിവിടെ എന്തുണ്ട്? ആദ്യം സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് അല്ലെ. ഒരു ട്രെയിൻ ഉണ്ട് 80 km/h വേഗതയിൽ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ അതെന്താണ്, ആ ഒരു സെർട്ടൺ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ട്രെയിൻ എടുത്ത സമയം 45 മിനിറ്റ്. അപ്പൊ 45 മിനിറ്റ് ഉണ്ട്, സ്പീഡ് ഉണ്ട്. നമുക്ക് എന്ത് കാണാം? ഡിസ്റ്റൻസ് കാണാം, സുഖമായി കാണാം. ഇങ്ങനെ D = S × T അല്ലെ. D എന്ന് പറയുന്നത് 80 ദെൻ സ്പീഡ് 80 ദെൻ ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. നമുക്ക് എന്തിൽ വേണം? നമുക്ക് അവറിൽ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബൈ 60 ചെയ്യണം. 15 കൊണ്ട് കട്ട് ചെയ്യലോ, ധൈര്യമായിട്ട് കട്ട് ചെയ്തു. 3 4 ദെൻ എന്താ 20, 60 കിലോമീറ്റർ നമ്മുടെ സ്പീഡ്. ഓക്കെ ഫൈൻ. ഇനി എന്താണ്? സ്പീഡ് ഇൻക്രീസ് ചെയ്തു 125% എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 25% ഇൻക്രീസ് ആയെന്ന് വെക്കുക. അപ്പൊ 25% എന്ന് പറയുമ്പോ എത്രയാ പറയുന്നത്? 1/4 അല്ലെ. 4 ആയിരുന്നത് 5 മാറും. ഓക്കെ, 20% എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയുന്നത്? 1/5. 5 ആയിരുന്നത് 6 മാറി അല്ലെ. 20% കൂടി, 25% ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കണം? നമുക്കിവിടെ എന്താ എത്ര ശതമാനം കൂടിയത്? 125% അല്ലെ. 125%. അപ്പൊ അതെങ്ങനെയാ ചെയ്യണേ നോക്കാം. 125% എന്ന് പറയുമ്പോൾ 125/100. 25 കൊണ്ട് കട്ട് ചെയ്യാലോ എത്ര? 5 ടൈംസ്. 25 കൊണ്ട് കട്ട് ചെയ്യാലോ എത്ര? 4 ടൈംസ്. അതായത് 4ന്റെ വേഗതയിൽ നിന്ന് എത്ര വേഗതയായി? 9 കൂടി അല്ലെ. 4ന്റെ 9 കൂടി. അപ്പൊ നമുക്ക് ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 80/4 9/4. ഓക്കെ, 4ന് 5 കൂടി, അതായത് 9. ഇനി ഇവിടെ നിന്ന് ചെയ്യാലോ. 20 180 ആണ്. 180 എന്താണ്? സ്പീഡ് അല്ലേ. സ്പീഡ് km/h. ഇനി എന്ത് ചെയ്യാ? നമുക്ക് അത് 8/5 ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു. 80ന്റെ 8/5 എന്ന് പറയുന്നത് എത്ര വരും? 96 അല്ലെ. ഇവിടെ കട്ട് ചെയ്ത് 12 96. അപ്പോ 96 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര സ്പീഡിലാണ് പോകുന്നത്? 180 അല്ലെ. ഇതിപ്പോ എന്തിലാ കിട്ടുന്നത്? നമുക്ക് അവറില. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇത് കിലോമീറ്ററിൽ കിടക്കുന്നു, ഇത് km/h കിടക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്താ വരില്ല? അവറിലാ വരുന്നത്. നമുക്ക് എന്തിലാ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് മിനിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ × 60 കൊടുക്കണം. ചെയ്യാലോ. 3 ടൈംസ്. ഇത് തമ്മിൽ വെട്ടുമ്പോ എത്ര വരും? 32 എന്ന് വരും. ഓക്കെ, അപ്പൊ എത്രയാണ്? 32. ഓപ്ഷൻ സി ആണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. 32 മിനിറ്റ്. ഓക്കെ, മനസ്സിലായോ? ആദ്യം എന്താ ചെയ്തത്? നമുക്ക് എല്ലാ കൺസെപ്റ്റും കൂടെ വരുന്നത് പോലെ അല്ലെ. നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു അല്ലെ. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഇത്ര ശതമാനം കൂടി എന്ന് പറയുന്നുണ്ട് അല്ലെ. 125%. അപ്പൊ 4 ഉണ്ടായിരുന്നത് 5 കൂടി 9 അപ്പൊ 9/4 എന്നെടുത്ത് 180 km/h. ഇപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി, നമുക്ക് സ്പീഡ് കിട്ടി. ദെൻ എന്താണ്? നമുക്ക് സമയം വേണം. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്തു. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8/5 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ 60ന്റെ 8/5 96 / 180. അപ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത്. എന്താണ്? നമുക്ക് അവറിലല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് മിനിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ × 60 കൊടുത്തു. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. 2 train 320 and 205 meter in length are running towards each other on a parallel lines. One train runs at the rate of 70 km/h and the other train runs at the rate of 56 km/h. Find the time they will take to cross each other. Okay, എങ്ങനെയാ പോണത്? റണ്ണിങ് ടുവേർഡ്സ് ഈച്ച് അതർ. ഈച്ച് അതർ മീൻസ് അവര് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകണം ഇൻ എ പാരലൽ ട്രാക്ക്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഡിസ്റ്റൻസ് എന്താ? ഇവിടെ നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, 2 ട്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ 2 ട്രെയിനും അവരുടെ പരസ്പരമുള്ള ദൂരം എന്ത് ചെയ്യും? കവർ ചെയ്യും. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 2 ട്രെയിനിന്റെയും ലെങ്ത്തിന്റെ സം ആണ്. അപ്പൊ 320 + 205
ഇനി സ്പീഡ് എങ്ങനെയാണ് വരിക? ഒന്നിന് 70 കിലോമീറ്ററും മറ്റൊന്ന് 56 കിലോമീറ്ററും ആണ്, km/h ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്ക് ഡിസ്റ്റൻസ് എന്തിലാ തന്നിരിക്കുന്ന മീറ്ററിൽ, സ്പീഡ് എന്താ km/h. ഇനി ടൈം നമുക്ക് വേണ്ടതോ സെക്കൻഡ്സിൽ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഡിസ്റ്റൻസിനെ നമുക്ക് മീറ്റർ/സെക്കൻഡിലോട്ട്, ഡിസ്റ്റൻസ് അല്ല, നമ്മുടെ സ്പീഡിനെ നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാം. ഒന്നി നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ താഴെ വെച്ച് തന്നെ മാറ്റാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. എന്താണ് ഈച്ച് അതർ അല്ലേ? ഈച്ച് അതർ മീൻസ് എന്താണ്? നമുക്ക് റിലേറ്റീവ് സ്പീഡ് എന്താ എടുക്കേണ്ടത്? സം എടുക്കണം അല്ലെ. അപ്പൊ 70ഉം 56ഉം എത്ര വരും? 12 അല്ലെ. 6 12 കറക്റ്റ്. അപ്പൊ ഇതെന്താ? km/h. നമുക്ക് ഇവനെ എന്ത് ചെയ്യണം? മീറ്റർ/സെക്കൻഡിലാക്കണം. അപ്പൊ 5/18. 6 കൊണ്ട് ഞാൻ വെട്ടിപ്പോകുന്ന ആ നമ്പരെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്താ വെട്ടുക? അപ്പൊ 6 കൊണ്ട് വെട്ടുമ്പം 2 ടൈംസ് 1 ടൈംസ്, 6 കൊണ്ട് വെട്ടുമ്പം 3 ടൈംസ്, ഇതിങ്ങനെ വെട്ടുമ്പം 7. അപ്പൊ 35. മുകളിൽ എത്ര വരും? 5 2 5 അല്ലെ. 5 2 5 ക്യാൻസൽ ചെയ്യാലോ. 5 കൊണ്ട് വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം, ഇഷ്ടമുള്ള നമ്പർ വെച്ച് നിങ്ങൾ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഞാൻ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. 5 0 5. ഓക്കെ. 7 ടൈംസ് 7 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 5 15 സെക്കൻഡ്. ഇതാണ് 2 ട്രെയിൻ ഉണ്ടല്ലേ. 2 ട്രെയിന് ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഡിസ്റ്റൻസ് എങ്ങനെ? ഇവർ രണ്ടുപേരെ സം എടുക്കും. ഓക്കെ. ദെൻ ഇവരുടെ സ്പീഡ് എങ്ങനെയാ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ എന്താണ്? സ്പീഡിന്റെ സം എടുക്കും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് ഇനി നമുക്ക് സെക്കൻഡിലാണ് വേണ്ടത്. അപ്പൊ എന്താണ്? 5/18 കൊടുത്ത് അതിനെ മീറ്റർ/സെക്കൻഡിലോട്ട് ആക്കി ബാക്കി കണക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നമ്മുടെ നെക്സ്റ്റ് ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? എ ട്രെയിൻ ഓഫ് ലെങ്ത് 180 മീറ്റർ ടേക്സ് 40 seconds ടു ക്രോസ് എ ടണൽ ഓഫ് ലെങ്ത് 500 മീറ്റർ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ km/h? നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്ര ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത്? ട്രെയിനിന്റെ ലെങ്ത് ആണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ട്രെയിനിന്റെ ലെങ്ത് 180, നമ്മുടെ ടണലിന്റെ ലെങ്ത് 500. അപ്പൊ എത്രയായി? നമുക്ക് 680 മീറ്റർ ആണ് നമ്മളുടെ ഡിസ്റ്റൻസ്. ഇനി എന്ത് ചെയ്യാ? നമുക്ക് സമയം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പീഡ് കണ്ടുപിടിക്കാം. അപ്പൊ 680/40. ഇനി നമുക്ക് സ്പീഡ് എന്തിലാ വേണ്ടത്? km/h. നമ്മളിപ്പോ എന്തിലാ കണ്ടുപിടിച്ചത്? മീറ്റർ/സെക്കൻഡിൽ അല്ലെ. അപ്പോൾ മീറ്റർ/സെക്കൻഡിലുള്ളതിനെ km/h മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 18/5 എന്ന് ചെയ്യും. ഓക്കെ. ഇനി ചെയ്യാലോ. സീറോസും തമ്മിൽ കട്ട് ചെയ്ത് പോയി. ദെൻ ഇതെന്ന് പറയുന്നത് 9 2. ഈ സംഖ്യ ഞാൻ ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇൻറ്റു 2 രണ്ടിടത്തും കൊടുക്കുകയാണ്. കാരണം ഇൻറ്റു 2 രണ്ടിടത്തും കൊടുത്താൽ താഴെ 10 ആണ്. താഴെ 10 ആവുമ്പോൾ എന്താണ്? എനിക്ക് ഇൻറ്റു ചെയ്തിട്ട് ഒരു പോയിന്റ് മാറ്റി കുത്തിയാൽ മതി. സോ ഇൻറ്റു ചെയ്താലോ. ഇത് എത്ര വരും? 6 8 × 9 അല്ലേ. അപ്പോൾ ബൈ 10. 6 × 9 54. 54 6 ആവുമ്പോൾ 60 61 പിന്നെ ബൈ 10 ഇവിടെ ഒരു പോയിന്റ് കൊടുത്താൽ മതി. അപ്പൊ 61.2. 9ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. ഓക്കെ. 612 അല്ലെ. 9ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അങ്ങനെ നോക്കി വേണമെങ്കിൽ അങ്ങനെ നോക്കി ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ. എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Neha walks at the rate of 8 km/h and crosses a bridge in 27 minutes. What is the length of the bridge? Okay. അപ്പൊ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ബ്രിഡ്ജിന്റെ ലെങ്ത്. അതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. സ്പീഡ് എത്രയാണ്? 8. നമുക്ക് എത്രയിലാണ്? എന്തിലാ വേണ്ടത്? മീറ്ററിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 8 km/h നമ്മൾ എന്താക്കണം? മീറ്റർ/സെക്കൻഡ് ആക്കണം. അപ്പൊ മീറ്റർ/സെക്കൻഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 5/18 കൊടുക്കും. ഇനി ടൈം എത്ര? 27 മിനിറ്റ് ആണ്. സെക്കൻഡിലോട്ടാക്കാൻ ഇൻറ്റു 60 കൊടുക്കണം. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? എന്താ ഞാൻ ചെയ്തത്? ആദ്യം എൻ്റെ സ്പീഡാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ സ്പീഡിനെ എനിക്ക് മീറ്റർ/സെക്കൻഡിലോട്ടാക്കണമെങ്കിൽ 5/18 ഞാൻ ഇൻറ്റു ചെയ്തു. രണ്ടാമത് എന്താ? സമയം മിനിറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെ എന്ത് ചെയ്യണം? സെക്കൻഡിലോട്ടാക്കണം. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? ഇൻറ്റു 60 കൊടുത്തു. ഇനി എന്ത് ചെയ്യാ? സോൾവ് ചെയ്യാ. അത്രേ ഉള്ളൂ. ഇത് 9 കൊണ്ട് പോവുമല്ലോ 2 ടൈംസ്. ഇത് 9 കൊണ്ട് പോവുമല്ലോ 3 ടൈംസ്. ഇത് ഇവിടെ 8ൽ പോവുമല്ലോ 4 ടൈംസ് അല്ലെ. ഇനി എന്താ?
4×5 20, 20 3 60, 60 × 60 എത്ര വരും? 3600 മീറ്റർ. ഓക്കെ, 3600 മീറ്റർ. ഓക്കെ, എളുപ്പമല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ആ എന്താണ് കൺവേർഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി അല്ലേ. നെക്സ്റ്റ് ചോദ്യം എന്താ? A 360 meter long train run at the speed of 108 km/h crosses another train running in the opposite direction at the speed of 90 km/h in 12 seconds. What is the length of other train? അപ്പൊ എന്താണ്, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ആദ്യം അറിയാന്നുള്ള കാര്യം D is equal to S into T അല്ലെ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 ട്രെയിൻ ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 2 ട്രെയിനിന്റെ ലെങ്തിന്റെ സം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ, 360. മറ്റേ ട്രെയിന് നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ T തന്നെ കൊടുക്കുന്നു. ഇനി എന്താ പറയണ? സ്പീഡ് അറ്റ് ദ സ്പീഡ് ഓഫ് 108 km/h. ഒരു ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 108 km/h, മറ്റേ ട്രെയിനിന്റെ സ്പീഡ് 90 km/h ആണ്. ഇനി ഇവർ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സം ചെയ്യും. അപ്പോ സ്പീഡ് സം ചെയ്യാലോ. സ്പീഡ് സം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 198. ഓക്കെ, ഇതെന്താണ്? km/h ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, km/h. മിക്കവരും ടൈം ആൻഡ് ഡിസ്റ്റൻസ് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പഠിക്കാനും പറ്റുന്നതാണ്. എല്ലാവർക്കും വന്ന് മറന്നു പോകുന്ന ഒരു എക്സാം ഹോളിൽ നിന്ന് മറന്നു പോകുന്ന സ്ഥലമാണ് ഈ km/h മീറ്റർ/സെക്കൻഡിലോട്ടാക്കാനും മീറ്റർ/സെക്കൻഡിനെ km/h അപ്പൊ നിങ്ങളത് മറക്കരുത്. അപ്പോ ഇതിനെന്താ മീറ്റർ/സെക്കൻഡിലാക്കാം? 5/18. ഓക്കെ, 5/18. ഇനി എന്താ, എത്ര ടൈമാണ് പറഞ്ഞേക്കണം? 12. കട്ട് ചെയ്ത് കളഞ്ഞൂടെ? കട്ട് ചെയ്ത് കളയുമ്പോ ഇത് 9 കൊണ്ട് പോകും. അപ്പൊ 9 കൊണ്ട് 2 times 22. 9 കൊണ്ട് ഇതും 2 times, അപ്പോൾ 11. ഇനി എന്താ 5 × 12 എത്ര? 60 × 11 അല്ലെ. അതായത് 660 ആണ് ടോട്ടൽ ലെങ്ത്. അതായത് 360 പ്ലസ് അനദർ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് 660. അപ്പോൾ നമ്മുടെ ട്രെയിനിന്റെ ലെങ്ത് എത്ര വരും? 660 മൈനസ് 360. 003 300 മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ട്രെയിൻ 200 meters long is moving at the rate of 40 km/h. In how many seconds will it cross a man standing near railway line? എന്താണ് ട്രെയിൻ എന്ന് പറയുന്നത്? 20 മീറ്റർ ലെങ്ത് ഉണ്ട് അല്ലെ. മൂവ് ചെയ്യുന്ന സ്പീഡ് 40 km/h. In how many seconds will it cross a man standing nearby the railway line? അപ്പോൾ ആ റെയിൽവേ ലൈനിൽ നിൽക്കുന്ന മാനിനെ എത്ര സമയം കൊണ്ട് ഇത് ക്രോസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരെ ഡിസ്റ്റൻസ് മതി? ട്രെയിനിന്റെ ലെങ്ത് ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ മതി. കാരണം എന്റെ ലെങ്ത് എടുക്കണോ? വേണ്ട. കാരണം ട്രെയിനിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നെഗ്ലിജിബിൾ ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ട്രെയിന് ഒരു മാനിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, ഒരു പോസ്റ്റിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പൊ ട്രെയിനിന്റെ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ അത് എന്ത് ചെയ്യുക? അത് നമ്മൾ വിട്ടിട്ട് ട്രെയിനിന്റെ ലെങ്ത് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ മതി. അപ്പോ ഇവിടെ എന്താ, നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്? 200 ആണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ വേഗത 40 km/h ആണ്. നമുക്ക് എന്തിലാ വേണ്ടത്? നമുക്ക് സെക്കൻഡിലാണ് വേണ്ടത് അല്ലെ. അപ്പൊ ഇതിനെ എന്ത് ചെയ്യുക? മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റുക. മീറ്റർ/സെക്കൻഡ് 5/18. ഓക്കെ, ഇവിടെ എന്താണ്, ഞാൻ ജസ്റ്റ് ഈ 18 മുകളിലോട്ട് കൊണ്ടുപോകുന്നു അല്ലെ. 200 × 18/40 × 5. ഓക്കെ, വെട്ടിക്കളയാലോ. 4 5 ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണ് ടൈം എന്ന് പറയുന്നത്? 18 സെക്കൻഡ് ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? എല്ലാം ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റിയ മാത്രം മതി. അടുത്ത നമ്മളെ റേസിന്റെ ചോദ്യം അല്ലെ. നമ്മള് റേസിന്റെ ചോദ്യമാണ്. എന്താണ് പറഞ്ഞിങ്ങനെ? ഒരു 100 മീറ്റർ റേസ് ഉണ്ട് അല്ലെ. ഇതിപ്പോ 100 മീറ്റർ ആണ്. ഇനി എന്താ? ഇന്ത്യൻ 100 meter റേസ്, എ ബീറ്റ്സ് ബി ബൈ
100 മീറ്റർ. എ എന്താണ്, ബിയെ തോൽപ്പിക്കുകയാണ് ഒരു 10 മീറ്റർ. അതായത് എ ഫിനിഷ് ചെയ്തു, ബി എന്ത് ചെയ്യാണ്, 10 മീറ്റർ പുറകിലാണ് അല്ലെ. അപ്പൊ എ ഇവിടെ ഫിനിഷ് ചെയ്യെങ്കിൽ ഒരു 10 മീറ്റർ പുറകെയാണ് ബിക്ക് 10 മീറ്റർ ഉള്ളപ്പോഴാണ് എ കംപ്ലീറ്റ് ആയിട്ട് ജയിക്കുന്നത്. ഇനി അടുത്ത കേസ് എന്താണ്, ബി ബീറ്റ് സി. അടുത്തെന്താണ്, ബിക്ക് സെക്കൻഡ് സ്ഥാനം കിട്ടി അല്ലെ. അപ്പൊ ബി ഓടി ഇവിടെ എത്തി. അപ്പൊ എന്താണ്, സിയെ ബീറ്റ് ചെയ്തത് എപ്പോഴാണ്, ഇതുപോലെ 10 മീറ്റർ ഗ്യാപ്പിലാണ് ബി എന്ത് ചെയ്യുന്നത്, സിയെ ബീറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എഴുതും നമ്മൾ റേഷ്യോ മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യും, എയും ബിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എ 100 ഓടിയപ്പം ബി ഓടിയത് 90 ആണ്. ഇനി ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ബി 100 ഓടിയപ്പം ആര് 100 ഓടി, സി എത്ര ഓടി, 10 മീറ്റർ കുറച്ച്, അതായത് 90 ഓടി. ഇനി ഇവരുടെ ഇതെടുത്തൂടെ, ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ആരാ സെയിം ആയിട്ടുള്ള, ബി ആണ്. അപ്പം എന്താണ്, ബിയുടേത് സെയിം ആക്കുക. എന്ത് ചെയ്യാം, ഇവിടെ ഒരു 90 കൊടുക്കുക ഇവിടെ. ഓക്കെ, ഇൻറ്റു 10 കൊടുക്കുക, ഇൻറ്റു 10 കൊടുക്കാം, ദെൻ ഇൻറ്റു 9 കൊടുക്കാം, ഇൻറ്റു 9 കൊടുക്കാം. അപ്പൊ എത്ര വരും, 100, 90, 81. ഓക്കെ, ഇനി എന്താ, ബൈ വാട്ട് ഡിസ്റ്റൻസ് എ ബീറ്റ് സി. എങ്കിൽ എ എത്ര ഡിസ്റ്റൻസ്, സി എത്ര ഡിസ്റ്റൻസിൽ നിന്നപ്പോഴാണ് എ ബീറ്റ് ചെയ്തത്, സിയെ ബീറ്റ് ചെയ്തത്. അതായത് സി എവിടെ എത്തിയപ്പോഴാണ് എ എന്താണ് ജയിച്ചതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എ 100 ഓടി. അപ്പൊ സി എവിടെ നിൽക്കുന്നുള്ളൂ, സി 81 മീറ്റർ കഴിഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ എത്രയാണ് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, 19 അല്ലേ. സോ 19 മീറ്റർ. മനസ്സിലായോ എന്താണ്, വളരെ എളുപ്പമല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർക്കുലർ ട്രാക്ക്. ഒരു സർക്കുലർ ട്രാക്ക് ഉണ്ട്. അപ്പൊ ഈ സർക്കുലർ ട്രാക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1500 മീറ്റർ. അനിൽ ആൻഡ് ബിലാൽ സ്റ്റാർട്ടഡ് ഫ്രം സെയിം പോയിന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം. അനിലും ബിലാലും എന്താണ്, സെയിം പോയിന്റിലും സെയിം ടൈമിലുമാണ് സ്റ്റാർട്ട് ചെയ്തത്. അനിലിന്റെ സ്പീഡ് 36 കിലോമീറ്ററും ബിലാലിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 54 കിലോമീറ്ററും ആണ്. എങ്കില് when will they meet again for the first time on the track when they are running in the same direction? ഇവരെന്താണ്, സെയിം ഡയറക്ഷനിലാണ് എന്താണ് ഓടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഒരേ സമയം അല്ലെ, ഒരേ സമയമാണ്, ഡിസ്റ്റൻസും സെയിം ആണ്. ഓക്കെ, സ്പീഡിന്റെ വ്യത്യാസമാണ് ഉള്ളത്. ഇവര് എപ്പോഴാണ് എന്താണ് ഫസ്റ്റ് ടൈം ഇത് ക്രോസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, റിലേറ്റീവ് സ്പീഡ് കണ്ടാൽ പോരെ. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. നമുക്കിവിടെ എന്താണ്, ടൈം ആണ് കാണുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര, 1500. സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. സെയിം ഡയറക്ഷൻ ആകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ത് വരും, മൈനസ് ചെയ്തല്ലേ വരുന്ന, അല്ലെ. ഒരാൾ ഇങ്ങോട്ട് ഓടുന്നു, അതേ സ്പീഡിൽ മറ്റൊരാൾ ഇങ്ങോട്ട് ഓടുന്നു. അപ്പൊ എന്താണ്, സെയിം ഡയറക്ഷൻ ആണ്. സെയിം ഡയറക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യാം അല്ലെ. 54 മൈനസ് 36. ഇനി എന്താണ് നമുക്ക് വേണ്ടത്, സെക്കൻഡിലാണ്. സോ 5/18. 1000 ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്താലോ, 3 ടൈംസ്. ഇനി മുകളിലോട്ട് പോവാം. 300 ഇൻറ്റു 18 ബൈ ഇത് എത്ര വരും, 18 അല്ലെ. 18 ക്യാൻസൽ ചെയ്യാം. മൊത്തം 300 സെക്കൻഡ്. ഒരു സർക്കുലർ ട്രാക്ക് ഉണ്ട്, 1500 ആണ്. ഒരേ സ്പീഡിൽ ഒരേ സമയത്ത് ഒരേ ഡിസ്റ്റൻസ് ആണ് ഇവർ കവർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ 1500 മീറ്റർ റേസ്. ഓക്കെ, 1500 മീറ്ററിന്റെ റേസിൽ എക്സ് ബീറ്റ്സ് y by 100. എക്സ് വൈയെ ബീറ്റ് ചെയ്യുന്നുണ്ട്. എത്ര, 100. അപ്പം എക്സ് 1500 ഓടി, വൈ എത്ര ഓടി, 1400 ഓടി. ഇനി എക്സ് ആരെ ബീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇസഡിനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. 240 വെച്ചിട്ട് എന്താണ് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇസഡ് എത്രയല്ല, 240, 250, 260. അപ്പം 1260. എന്തുകൊണ്ട് ഇവിടെ റേഷ്യോയിൽ എഴുതിയില്ല, കാരണം രണ്ട് സൈഡിലും എക്സ് ആയതുകൊണ്ട് നമ്മൾ റേഷ്യോയിൽ എഴുതിയില്ല. ഇനി എന്താ ചോദിക്കുന്നത്, ബൈ വാട്ട് ഡിസ്റ്റൻസ് വൈ ബീറ്റ് ഇസഡ് എന്നുള്ളതാണ്. എത്രയാണ് ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 140 അല്ലെ. 1400 1260 കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും, 140. എളുപ്പമല്ലേ റേസിലെ ചോദ്യങ്ങൾ. ജസ്റ്റ് ആ റേഷ്യോയിൽ അങ്ങ് എഴുതുക, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് നോക്കുക.
നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ 500 meter race, B starts 45 meters ahead of A. നമുക്ക് എഴുതാലോ 500. അപ്പം B starts എന്താണ് 45 meter ahead of A. But A wins the race while B is still 35 meter behind. What is the ratio of speed of A to B assuming that both start at the same time? അതായത് എന്താണ് ടൈം, ഇപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. ഓക്കെ, ഇപ്പൊ ടൈം ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡിസ്റ്റൻസിന്റെ അതേ റേഷ്യോ തന്നെയാണ് സ്പീഡിനും വരിക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ടൈം കോൺസ്റ്റന്റ് ആണ് എങ്കിൽ സ്പീഡിന്റെ അതേ റേഷ്യോ തന്നെയാണ് ഡിസ്റ്റൻസ്. രണ്ടും കാര്യം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ പോരെ, അത് എന്തിന് ഈക്വൽ ആയിരിക്കും, സ്പീഡിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഞാൻ എന്താ പറഞ്ഞ, ഇപ്പോ ടൈം സെയിം ആണ് അല്ലെ, ടൈം സെയിം ആണെങ്കിൽ എന്താണ് ഡിസ്റ്റൻസ് സ്പീഡും ഈക്വൽ ആയിരിക്കും. ഇനി നോക്കിയേ, ഈ ഇതറിയാം അല്ലെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടൈം. ഇനി നിങ്ങൾ നോക്കിയേ, ഇനി സ്പീഡും ടൈമും തമ്മിലുള്ള റേഷ്യോ നോക്കി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അതായത് ഡിസ്റ്റൻസ് വേരി ചെയ്യണമെങ്കിൽ സ്പീഡ് ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും സ്പീഡ്. അതായത് സ്പീഡ് ഇപ്പൊ 4:5 എന്ന് വന്നാൽ ടൈം എന്ത് വരും, 5:4 എന്ന് വരും. 5:4. ഓക്കെ, ഈ കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താ പറയുന്നത്, എ എന്ന് പറയുന്ന എ എന്താണ്, എ ആണ് റേസ് വിൻ ചെയ്യുന്നത്. അപ്പൊ എ എത്ര ഓടും, 500. ബി എന്ത് ചെയ്യുന്ന 40, അതായത് എ ഇവിടെ നിൽക്കുകയാണെങ്കിൽ റേസിൽ എ ഇവിടെ ആണെങ്കിൽ ബി എത്രയാണ്, 45 മീറ്റർ മുന്നേ ആണ് നിൽക്കുന്നത്. എന്നിട്ടും ബി എന്ത് ചെയ്തു, 35 മീറ്ററിൽ തോറ്റുപോയി അല്ലെ, ഫെയിലായി. അപ്പൊ എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാ വരിക, 80 അല്ലെ. 80 മീറ്റർ എന്താണ് പുറകെയാണ്. അതായത് ബി കവർ ചെയ്ത ഡിസ്റ്റൻസ് 420 ആണ്. ഇത് ഡിസ്റ്റൻസിന്റെ റേഷ്യോ. നമുക്ക് എന്താണ്, സെയിം ടൈം ആണ് അല്ലെ. സെയിം ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ തന്നെ എന്തായിരിക്കും, സ്പീഡിന്റെ റേഷ്യോ. അപ്പം നമുക്ക് ഇവിടെ എന്താവാം, സ്പീഡിന്റെ റേഷ്യോ ആക്കി എഴുതിക്കൂടെ. ഇത് ക്യാൻസൽ ചെയ്തു, 0 0. ഹാഫ് എടുക്കുമ്പോൾ 25, ഇതെന്ന് പറയുന്നത് 21. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഡിസ്റ്റൻസ് തന്നെ ആണ് സ്പീഡ് എന്ന് ആക്കി എടുത്താൽ മതി. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, X, Y and Z are 3 contestants in a race of 1000 meter. Assume that all run with the different uniform speeds. X gives Y a start of 40 meter and X gives Z a start of 64 meter. If Y and Z were to compete in a race of 1000 meter, then how many meters start will Y give to Z? അതായത് എന്താ പറയുന്നത്, എക്സും വൈയും ഇസഡും കൂടെ 1000 മീറ്റർ ഉള്ള ഒരു റേസിൽ പങ്കെടുക്കുകയാണ്. അപ്പോ എക്സ് എന്ത് ചെയ്തു, എക്സ് ജയിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എക്സ് വിൻ ചെയ്തപ്പോ വൈയുടെ പൊസിഷൻ എവിടെയാണ്, 40 മീറ്റർ താഴെ. അതായത് എക്സ് ഇപ്പൊ റേസ് 1000 മീറ്ററിൻ്റെതാണ്. വിൻ ചെയ്യുക അല്ലെങ്കിൽ ജയിക്കുക എന്ന് പറയുന്നത് എക്സ് 1000 ഓടിയ കണ്ടീഷൻ ആണ്. അപ്പോ വൈ എത്ര മീറ്റർ പുറകിലാണ്, 40. അപ്പൊ വൈ ഓടിയത് എത്രയാ, 960. ഓക്കെ, ഇനി നോക്കുക, എക്സ് ഗീവ്സ് ഇസഡ് എ സ്റ്റാർട്ട് ഓഫ് 64 കിലോമീറ്റർ. അതായത് എക്സ് 1000 ഓടി. അപ്പൊ ഇസഡിന്റെ വാല്യൂ എവിടെയാ, ഇസഡ് എന്ന് പറയുന്നത് 64 മീറ്റർ പുറകെയാണ്. അപ്പൊ ഇതിന്ന് 64 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും, 60 പോകുമ്പോൾ 940 അല്ലെ, പിന്നെ ഒരു 6 പോകുമ്പോൾ 936. ഓക്കെ, നമുക്ക് ഇതിനെ റേഷ്യോയിലാക്കി എടുക്കാം. എന്തിനാ, ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഇതിനെ റേഷ്യോ, ഇതെല്ലാം എന്തിനാ പോകും, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125, 120, ഇത് 17. ഇനി നോക്കുക, എന്താ ചോദ്യം ചോദിച്ചേക്കുന്നത്, Y and Z were compete in a race of 1000 meter. How many meters start will Y gives to Z? ഓക്കെ, ഇനി വൈയും ഇസഡുമായിട്ട് 1000 മീറ്ററുള്ള റേസിന് പങ്കെടുക്കാൻ പോവുകയാണ് എങ്കിൽ വൈ ജയിക്കുന്ന സമയത്ത് ഇസഡിന്റെ പൊസിഷൻ എത്രയായിരിക്കും, അല്ലെങ്കിൽ വൈയെ വെച്ച് നോക്കുമ്പോൾ ഇസഡ് എത്ര പുറകിലായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, ഇവരുടെ സ്പീഡ് തമ്മിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ ടൈം ഒരു മത്സരമാണ്, മത്സരത്തിൽ എപ്പോഴും ടൈം ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു സെൻസ് നോക്കുകയാണെങ്കിൽ വൈക്കാണ് സ്പീഡ് കൂടുതൽ, ഇസഡിന് സ്പീഡ് കുറവാണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ പറയുന്നത്. വൈയുടെ സ്പീഡ് കൂടുതലാണ്, ഇസഡിന്റെ സ്പീഡ് എന്താണ്, കുറവാണ്. അപ്പൊ എന്തായാലും ആരെ ജയിക്കൂ, വൈയെ ജയിക്കത്തുള്ളൂ. അപ്പൊ വൈ എത്ര ഓടും, ജയിക്കുമെങ്കിൽ 1000 ഓടും അല്ലെ.
പിന്നെ അപ്പൊ y ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത് z എത്ര മീറ്റേഴ്സ് പുറകിലാണ് എന്നുള്ളതാണ് നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വൈയുടെ ഇത് 120 ഈ 120 നമുക്ക് എന്താണ് 1000 എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3 അല്ലേ? എനിക്ക് കണ്ടുപിടിച്ചൂടെ? വേണം ഒന്നി നിങ്ങൾക്ക് 1000 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 3 എന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, 120യെ 3 എത്തിക്കുക എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഒരു 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? 40 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ 1000 ഈ സൈഡിൽ എന്ത് ചെയ്യുക? 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താണ് 100/4 എത്രയാണ്? 25. അപ്പൊ എത്രയാണ്? y 100 ഓടി 1000 ഓടി കഴിയുമ്പോ നമ്മുടെ ആര് ഇസഡ് അല്ലേ? ഇസഡ് എന്ന് പറയുന്നത് 25 മീറ്റർ, അതായത് 975 ആയിരിക്കും ഇസഡ് ഓടിയിട്ടുള്ളത്. എത്ര മീറ്റർ ആയിരിക്കും പുറകില്? 25 മീറ്റർ ആയിരിക്കും പുറകില്. അതായത് നമ്മൾ ഇത് എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് എക്സ് രണ്ട് സ്ഥലത്തും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിന് തന്നെ റേഷ്യോ എഴുതാൻ പറ്റിയത്. അപ്പോൾ റേഷ്യോനെ എഴുതാൻ പറ്റിയ സമയത്ത് എന്ത് ചെയ്തു? ഇവര് 8 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. സോ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125, 120, 117 എന്ന് പറയുന്ന ഒരു റേഷ്യോ നമുക്ക് കിട്ടി. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വൈയും ഇസഡും തമ്മിൽ ഒരു 1000 മീറ്റർ റേസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് തമ്മിൽ വൈ ജയിക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള മീറ്റേഴ്സ് എത്രയായിരിക്കും, ഡിഫറൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എങ്കിൽ 120ക്ക് 1000 ഇക്വേറ്റ് ചെയ്യുക. ദെൻ എന്താ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 എത്ര എന്നുള്ള രീതി കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, അങ്ങനെ 25 ടൈം ആൻഡ് ഡിസ്റ്റൻസിന് നിങ്ങൾക്ക് ചോദിക്കുന്ന മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതായത് 1 ആവറേജ് സ്പീഡ്, 2 ലേറ്റും ഏർലിയുടെയും ചോദ്യങ്ങൾ, 3 എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ, പിന്നെ 4 റേസ്. ഈ 4 പാറ്റേണിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നത്. ആ 4 പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നും കൂടെ ഈ ക്ലാസ് 2x സ്പീഡിലിട്ട് കാണുക, തീർച്ചയായിട്ടും മനസ്സിലാവും. നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.